താരതമ്യം ചെയ്യുക എന്നത് മനുഷ്യൻ നേരിടുന്ന ഒരു അസുഖമാണ്. സത്യത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ അസുഖങ്ങളിൽ ഒന്നാണിത്. വളരെ ചെറിയ പ്രായം മുതലേ നമ്മൾ ഈ അസുഖം ബാധിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഈ അസുഖത്തെക്കുറിച്ച് ആരും സംസാരിക്കാറേയില്ല. ശ്രദ്ധിച്ചു നോക്കൂ, അമ്മമാർ അവരുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നു. അച്ഛനും ടീച്ചേഴ്സും കുട്ടികളെ താരതമ്യം ചെയ്യുന്നു. മുതിർന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഭാര്യ ഭർത്താവിനെ മറ്റുള്ള പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുന്നു. ഭർത്താവ് ഭാര്യയെ മറ്റുള്ള സ്ത്രീകളുമായി താരതമ്യം ചെയ്യുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പല ആൾക്കാരും നമ്മളെ പലരുമായി താരതമ്യം ചെയ്യുന്നു. ഇനി പുറത്തുനിന്ന് ആരും അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം അത് ചെയ്യുന്നു. നമ്മൾ തന്നെ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നു. എന്ത് വലിയ മണ്ടത്തരമാണ്! എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? ആർക്കാണ് താരതമ്യം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുള്ളത്? മാത്രവുമല്ല, താരതമ്യം ചെയ്യുന്നതിൽ ഒരു യുക്തിയുമില്ല. തെങ്ങിനെ പ്ലാവുമായും പ്ലാവിനെ മാവുമായും മാവിനെ മാനുമായും മാനിനെ സിംഹവുമായും സിംഹത്തിനെ മീനുമായും ഒക്കെ താരതമ്യം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവരെല്ലാം വ്യത്യസ്തരാണ്. ദേ ആർ യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ യുണീക്കാണ്. ഓരോ വ്യക്തിയും യുണീക്കാണ്. നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്താൽ അത് മണ്ടത്തരമാണ്. താരതമ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ട് സാധ്യതകളെ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഈഗോ ഡെവലപ്പ് ചെയ്യും. ഞാനാണ് ഏറ്റവും വലിയ മഹാൻ, ലോകത്തെ ഏറ്റവും വലിയ മിടുക്കൻ ഞാനാണ്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മുകളിലാണെന്ന് സ്വയം ധരിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അപകർഷതാ ബോധം സൃഷ്ടിക്കപ്പെടും. ഞാൻ വളരെ മോശമാണ്, മറ്റുള്ളവരെക്കാളൊക്കെ കഴിവുകൾ കുറവാണെനിക്ക്, ഞാൻ ഒട്ടും നല്ലതല്ല, ബാക്കി എല്ലാവരും മിടുക്കന്മാരാണ്, ഞാൻ മാത്രം മോശമാണ്. ഇത്തരത്തിലുള്ള ചിന്തകൾ വരും. ഒന്നുകിൽ നിങ്ങൾ സ്വയം ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ലോകത്തിലെ ഏറ്റവും മോശം വ്യക്തിയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. രണ്ടും മണ്ടത്തരമാണ്, രണ്ടും മോശമാണ്. അതുകൊണ്ട് താരതമ്യം ചെയ്യുക എന്ന മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. ഈ അസുഖത്തെ വളരാൻ അനുവദിക്കരുത്. ഇതിനെ പടരാൻ അനുവദിക്കരുത്. ഇതിനെ ഇല്ലാതാക്കൂ.